എല്ലാവർക്കും നമസ്കാരം. കെ ഫാമിലി, കൃഷ്ണകുമാറിന്റെ ഫാമിലിയോട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വൈരാഗ്യങ്ങളോ അങ്ങനെ കൂടുതൽ ഇഷ്ടമോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഒരേപോലെ പോകുന്ന ഒരു സോഷ്യൽ മീഡിയ വരുന്ന കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ തൻവിയുടെ വീഡിയോയും അതുപോലെ പിന്നീടുണ്ടായ പല കണ്ടന്റ് ചെയ്തപ്പോഴും ആൾക്കാർ ഒരു കമന്റ് ഇട്ടിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പാവം കേക്ക് ഇതിന്റെ ഇടയിൽ പെട്ടുപോയി, പുള്ളി അങ്ങ് സഹിക്കുക, ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും, പുള്ളിക്ക് അവിടെ വോയിസ് ഇല്ല എന്ന് വെച്ചാൽ കൃഷ്ണകുമാർ അങ്ങനെ വളരെ വിഷമിച്ച് ഞെങ്ങി അമർന്ന് അവരുടെ കൂടെ കഴിഞ്ഞു പോകുന്ന പോലെ കൃഷ്ണകുമാറിനെ ഓർത്ത് വിഷമിക്കുന്ന കുറെ ആൾക്കാർ അങ്ങനെ കമന്റ് ഇട്ടിരുന്നു. ഞാനും അങ്ങനെ അത് കേട്ട് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഒരുപക്ഷെ അങ്ങനെ ആവാം, തന്നെ അല്ലായിരിക്കാം, അല്ലെങ്കിൽ അതെന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ കൃഷ്ണകുമാറിൻ്റെതായിട്ട് ഈ അടുത്ത് വന്ന ഒരു ഇന്റർവ്യൂ ചുമ്മാ ഞാൻ ഇൻസ്റ്റ നോക്കിയപ്പോൾ കണ്ടത്, ഇത് ആരൊക്കെയോ റിയാക്ട് ചെയ്താണ് കണ്ടതാണ്. പുള്ളി അപ്പൊ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളിയുടെ തനിപ്പകർപ്പാണ് അഹാനയ്ക്ക് ഇപ്പൊ 30 വയസ്സ്. ഈ 30 വയസ്സുള്ള അഹാന ആ തൻവി ഇട്ട ആ പോസ്റ്റിന് ഒരു പ്രതികരണം വന്നു. അത് വേണ്ടായിരുന്നു എന്ന് പുള്ളിയെ വിളിച്ച ആൾക്കാരൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് അഹാന പ്രതികരിച്ചു കഴിഞ്ഞു. പക്ഷെ ആ പ്രതികരിച്ചതും പിന്നീട് അങ്ങോട്ടുണ്ടായതൊക്കെ അഹാനയുടെ സ്ഥാനത്ത് പുള്ളി ആ വീട്ടിൽ കയറി ചവിട്ടിക്കൂട്ടിയനെ. 30 വയസ്സില് പുള്ളിയായിരുന്നെങ്കിൽ പുള്ളി ആ വീട്ടിൽ ഇപ്പൊ അഹാന ഒരു യൂട്യൂബിലൊരു വീഡിയോ ഇട്ടതേ ഉള്ളൂ. ആ സ്ഥാനത്ത് പുള്ളി അവിടെ ആ വീട്ടിൽ കയറി ചവിട്ടി കൂട്ടിയനെന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ അവർക്ക് ആ അമ്മൂമ്മയെ കൊണ്ടുള്ള ശല്യവും അല്ലെ അമ്മൂമ്മയുടെ ക്യാരക്ടർ പിടിക്കലാഴിയൊക്കെയാണ് അവരത് അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഓരോ വീട്ടിലും ഓരോ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ പ്രശ്നക്കാരുണ്ട്, അതിന്റെ പുറത്ത് അവർക്ക് ദേഷ്യം വരുന്നതൊക്കെ വെച്ച് പറയുന്നതാണ്. സോഷ്യൽ മീഡിയയിലാണ് ഇത് പറയുന്നു, ഓർക്കണം. അപ്പൊ നമ്മളിത് കാണുമ്പോൾ ഒരുപക്ഷെ അവരുടെ പേഴ്സണൽ കാര്യത്തിന്റെ അകത്തുള്ളവരുടെ കലിപ്പായിരിക്കും അവർ പറയുന്നത്. പക്ഷെ നമ്മൾ പൊതുജനം ഇത് കാണുമ്പോൾ മകള് ചെയ്ത ഒരു തെറ്റ്, ആ തെറ്റിനെ വന്നിരുന്ന് തമാശയായിട്ട് ചിരിച്ച് ന്യായീകരിക്കുന്ന അച്ഛൻ, നമുക്ക് ഇങ്ങനെ കാണാൻ അതിനെ സാധിക്കുള്ളൂ. അതാണ് അതിന്റെ ഇത്. അപ്പൊ നമ്മൾ വാക്കുകൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കണം. ഇപ്പോൾ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ, ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. അത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രതികരിക്കില്ലേ എന്ന് പറയുന്നെങ്കിൽ ഒരു മോള് പ്രതികരിച്ചു പോയി. അപ്പോഴും ഞാൻ തെറ്റില്ല. കാരണം എൻ്റെ മൂത്ത മോള് പ്രതികരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളാണ്. ഇന്ന് എനിക്ക് 58 വയസ്സും അവൾക്ക് 30 വയസ്സുമാണ്. ഈ ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചുറ്റി കൂട്ടിയേനെ. എൻ്റെ മോൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും സമാനമായിട്ട് നിങ്ങളുടെ മോള് തന്നെ എന്ന് പറയാമല്ലോ. കാരണം ഞാൻ ഭയങ്കര പ്രതികരണത്തിൻ്റെ ആളായിരുന്നു. അതാണ് കമന്റ് ബോക്സ് മൊത്തം കൃഷ്ണകുമാറിനെ എടുത്തിട്ട് പൊരുക്കിയിട്ടുണ്ട്. ഒരു കമന്റ് പോലും ഞാൻ ഇതിൻ്റെ അകത്ത് പുള്ളിയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞ് കമന്റ് ഒന്നും കണ്ടില്ല. അപ്പൊ കമന്റ് വായിക്കാം. ഭയങ്കര ആയിപ്പോയി. മുതിർന്ന മാതാപിതാക്കളെ എടി പോടി പട്ടിച്ച് എന്നൊക്കെ വിളിക്കുന്നത് അതിൽ അഭിമാനം കൊള്ളുന്നു. 4 പെൺമക്കളുള്ള അച്ഛൻ ഇങ്ങനെയാണോ വേണ്ടത്, അതോ സംസ്കാരം പഠിപ്പിച്ചു വിടുകയാണോ വേണ്ടെന്നൊക്കെ ചോദിച്ചുള്ള ഒരു കമന്റാണ്. പിന്നെ മോൾ ചെയ്ത തെറ്റ് എത്ര കൂളായിട്ടാണ് ന്യായീകരിക്കുന്നത്. ജനങ്ങൾ ഇങ്ങനത്തെ കമന്റ് മാത്രമേ ഇട്ടുള്ളൂ. ഞാൻ 2-3 കമന്റ് എടുത്തിട്ടുള്ളൂ. എടി വസന്തേ, ഇത് അന്ന് കേട്ട ഒരു ഇതാണ്. എടി വസന്തേ ആ വല്യമ്മയുടെ പേരാണ് വസന്ത. എന്റെ കല്യാണത്തിന് നീ വരരുത്, എന്റെ കാലിൽ വീണ് നീ മാപ്പ് പറയണം, എല്ലാ വീട്ടിലും ഒരു കുമ്മു വേണം എന്ന് കമന്റാ വായിക്കുന്നത് കേട്ടോ. എല്ലാ തമാശയും നിങ്ങൾ തന്നെ പറഞ്ഞ് നിങ്ങൾ തന്നെ ആസ്വദിക്കുന്നുവെന്ന്. അതിനാണ് പക്വത വേണം എന്ന് പറയുന്നത്. വയസ്സായ ആളെ ചവിട്ടിക്കൂട്ടുമെന്ന് മോശം. എന്റെ ഏജിലാണെങ്കിലും അത് പാടില്ല. അതായത് കൃഷ്ണകുമാർ 30 വയസ്സിലാണെങ്കിൽ കൃഷ്ണകുമാർ ആ വീട്ടിൽ കയറി ചവിട്ടിക്കൂട്ടുള്ളതാണ് കൃഷ്ണകുമാർ പറഞ്ഞത്. അമ്മൂമ്മ ചവിട്ടിക്കൂട്ടുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഏത് ഏജിലാണേലും, ഇപ്പോഴല്ല, അത് ഏത് ഏജിലാണേലും അത് മോശമാണ് എന്ന്. ഇതിന്റെ ഒരു കാര്യം പറയുമ്പോൾ കൃഷ്ണകുമാർ ഒന്നും ഈ ലോകത്തല്ല ജീവിക്കുന്നത്. അതോ ഇവര് പുറം ലോകം മനസ്സിലാക്കുന്നില്ല. ഇവര് പറയുന്നത് കേട്ട ഇവരുടെ ഈ അമ്മൂമ്മ മാത്രമേ ഇങ്ങനെ പ്രശ്നക്കാരിയുള്ളൂ. പക്ഷെ ഇപ്പൊ തൻവിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയി, അതിലെ പോയി ഇതിലെ പോയൊക്കെ അവരടിച്ചു പൊളിച്ചാണ് അവിടെ ജീവിക്കുന്നത്. അപ്പൊ തൻവിയായിട്ട് അവർക്ക് ഇതുണ്ട്. അന്ന് അഹാന ഇട്ട വീഡിയോയിൽ ചില കുറ്റങ്ങൾ പറഞ്ഞതിൻ്റെ അകത്ത് ഈ പാക്ക് ചെയ്ത് സ്വിഗ്ഗിന്നൊക്കെ പാക്ക് ചെയ്ത് വരുന്ന ടിന്നുകളൊക്കെ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ചു വെച്ച് അങ്ങനെ ഒത്തിരിയും ഇതാവുമ്പോൾ ഇവര് പിന്നെ കുറെ കഴിഞ്ഞ് വീട് അങ്ങ് വൃത്തികേടാവും. അപ്പൊ ഇവര് വീട്ടിൽ ചെന്ന് കുറെ എല്ലാം അത് എടുത്തു കളഞ്ഞ് ക്ലീൻ ആക്കാൻ നോക്കുമ്പോൾ അമ്മൂമ്മ സമ്മതിക്കുന്നില്ല. അതൊക്കെ അഹാന പറയുമ്പോൾ അഹാന അതൊരു വലിയ തെറ്റായിട്ടാണ് പറയുന്നത്. ശരിയാണ്, വീട്ടിൽ ഇങ്ങനെ സാധനങ്ങൾ നമ്മൾ ഓവറായിട്ട് മേടിക്കുന്ന എല്ലാ സാധനവും നമ്മൾ പുറത്തേക്ക് കളയാൻ സമ്മതിക്കാതെ എല്ലായിടത്തും നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചാൽ വീടിന്റെ അകത്ത് ഇടയില്ലാവുന്ന വീട് പിന്നെ വൃത്തികേടാവും. കുറെ എല്ലാ സാധനം കളയണം. കളഞ്ഞാൽ മാത്രമേ വീട് ക്ലീൻ ആയിട്ട് ഒരു ക്ലീൻ നീറ്റ് ലുക്കിൽ കിടക്കുള്ളൂ. അതൊരു സത്യമാണ്.
പക്ഷെ നമ്മുടെ ആ അമ്മൂമ്മയുടെ പ്രായം പോലും ആകാത്ത ആൾക്കാരെല്ലാം ഇപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു ബന്ധുവിന്റെ ഒരു ഫംഗ്ഷന് പോയപ്പം അവിടെ പിന്നീട് സദ്യ നടത്തിയിട്ട് അതിന്റെ എല്ലാം മിച്ചം വരുമല്ലോ, ബാക്കി വരുന്ന എല്ലാം ബന്ധുക്കാർ പായസം അതും ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഈ കൊണ്ടുപോകുമ്പം ഏത് പാത്രത്തിലാണ് കൊണ്ടുപോകുന്നത്? ഇവരൊക്കെ ഇച്ചിരി ദൂരെയുള്ള ബന്ധുക്കാരല്ലേ. അപ്പൊ ഈ വീട്ടില് ഈ പറയുന്ന പോലെ ഓരോ KFC അതും ഇതും ഒക്കെ വാങ്ങിയതിന്റെ ടിന്നുകളാണ്, ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ടിന്നുകളാണ്. അതിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ അതെല്ലാവർക്കും മോര് കറി, സാമ്പാർ, പായസം ഇതെല്ലാം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ആ പാത്രത്തിലാക്കി ഒരു പ്രശ്നമില്ലാതെ അവർക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റി. അപ്പൊ ആ വീട്ടിലെ ഗൃഹനായിക പറയുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ എടുത്തു വെച്ചോണ്ടല്ലേ എന്നുള്ളത്. ഈ ഒരു ക്യാരക്ടർ ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്, അതാണ് അതിന്റെ സത്യം. രണ്ടാമത് ആഹാന പറഞ്ഞ ഹോം നേഴ്സിനെ നിർത്തില്ലാന്ന്. ഇതിന്റെ അകത്തൊരു പോയിന്റ് എന്താ, ഹോം നേഴ്സുമാർ കേട്ട എന്നെ ചീത്ത പറയും, പക്ഷെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഹോം നേഴ്സ് വരുന്നത് ഇത് പണ്ടുള്ള സിസ്റ്റം അല്ല. പണ്ടുള്ള അമ്മമാർക്ക് ആകെ അറിയാവുന്ന വീട്ടിൽ സെർവന്റിനെ നിർത്തുക എന്നുള്ളത്. അത് ഇച്ചിരി ഓർഡറൊക്കെ ഇട്ട് ഇച്ചിരി ഭരണമൊക്കെ നടത്തിയാണ് ഇവര് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഹോം നേഴ്സിനെ നിർത്തുക എന്ന് പറഞ്ഞാൽ വെളുപ്പാൻ കാലത്ത് അവരൊന്നും എണീക്കേണ്ട കാര്യമല്ല, അവർ എണീക്കുകയില്ല, നമ്മൾ കാപ്പി ഉണ്ടാക്കി അവർക്ക് കൊണ്ടു കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യവും അവരെ സംരക്ഷിച്ചും കൂടെ വേണം നമ്മൾ നിൽക്കാൻ. കാരണം അവർ രോഗിയുടെ മാത്രമേ ഉള്ളൂ. ഇത് ഈ പ്രായത്തിലുള്ളവർക്ക് ദഹിക്കത്തേയില്ല. അവർ ഇവരോട് കയറി ഉടക്കും, ഹോം നേഴ്സ് നിൽക്കാതെ പോവും. ഇത് ഇവരുടെ അമ്മൂമ്മ മാത്രം ചെയ്യുന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്ന കേരളത്തില് 75% ഇങ്ങനെയായിരിക്കും. നിർത്തില്ല, അത് എന്തോ ഒരു ഇതുപോലെ. കാരണം അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ ആ തലമുറയിലൊക്കെ സെർവന്റ് മാത്രം നിൽക്കുന്നു, ഇതെടുക്കെന്ന് പറഞ്ഞ് ചുമ്മാതെ വഴക്കുണ്ടാക്കുക, തിന്നുന്നതിന് കണക്ക് പറയാ, അല്ലെ അങ്ങനെ ചെയ്തില്ല, ഇത് ചെയ്തില്ല, വൃത്തിയില്ല, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ വേലക്കാരിയെ ഭരിച്ചു നടന്നതാണ് അവർക്കറിയാം. ഇന്നത്തെ ഹോം നേഴ്സുമാരെന്ന് പറഞ്ഞാൽ അവർ ഒന്നാമതായിട്ട് നമ്മൾ കോമഡി ഷോയിൽ കാണുന്ന പോലെ മുഴുവൻ നേരം ഫോണിലായിരിക്കും. അത് നിങ്ങൾക്കറിയാം, അവർ ഫോണിലാണ് മിക്കപ്പോഴും ഉള്ളത്. അവരാ രോഗിയുടെ പാമ്പർ മാറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പനി നോക്കുക അതും ഇതൊക്കെ ചെയ്തേയിരിക്കുള്ളൂ. അപ്പൊ ഇത് അവർക്ക് ദഹിക്കില്ല. അപ്പൊ ഒന്ന് മനസ്സിലാക്കുക, അമ്മൂമ്മയ്ക്ക് മാത്രമല്ല അത് അങ്ങനത്തെ രോഗം. പിന്നെ ചെറുപ്പക്കാരായ നമ്മളെ തിരിച്ചറിയണം. അതായത് നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ അച്ഛനെ അമ്മയൊന്നും നമ്മൾ തിരിച്ചറിയില്ല, അച്ഛൻ കുടുംബം നോക്കാൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്നൊന്നും ആ മക്കളൊന്നും അറിയില്ല. ഒരു 10-16 വയസ്സാകുമ്പോഴേ ആ മക്കൾ അച്ഛനെതിരായിട്ട് ചിന്തിച്ചു തുടങ്ങി, അച്ഛൻ ചെയ്യുന്നതൊക്കെ തെറ്റ്, അച്ഛനോടങ്ങ് പിന്നെ അങ്ങ് യുദ്ധം നടത്താൻ നിൽക്കുന്ന ഒരു പ്രായമുണ്ട്, ടീനേജ് പ്രായം. ഇതെല്ലാം കഴിഞ്ഞ് അവന്മാര് കല്യാണം കഴിച്ച് അവന്മാര് അച്ഛനായി കഴിഞ്ഞ് അവന്മാര് കുടുംബം നോക്കുന്ന കാലത്താണ് അയ്യോ എന്റെ അച്ഛൻ എന്തോരം കഷ്ടപ്പെട്ടിരുന്നു, അപ്പോഴാണ് അവന്മാരത് തിരിച്ചറിയുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങൾ അടുക്കളയിൽ നമ്മൾ ഇപ്പൊ പോലും ചെയ്യുന്ന കാര്യമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് എല്ലാ അടുക്കിപ്പെറുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു അടുക്കളയിലോട്ട് പുതിയൊരാൾ വന്നിട്ട് പാത്രം വെച്ചിരിക്കുന്ന റാക്കയില്, എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞ കാര്യമാണ്, റാക്കയില് അവളുടെ വീട്ടിൽ അവിടെ അനിയത്തി വെക്കേഷൻ വന്നു നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവര് ഭക്ഷണം കഴിച്ചിട്ട് അവൾ ആ അനിയത്തി ആ പാത്രം കഴിച്ചിട്ട് ആ റാക്കെ കൊണ്ടുവച്ചപ്പം ഇവള് ആ റാക്കിന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ സ്റ്റീലിന്റെ, അവള് പൊട്ടുന്ന പാത്രം ഇവിടെ, സ്റ്റീല് പാത്രം ഇവിടെ, ചെറിയ പാത്രം ഇവിടെ, ഇങ്ങനെയൊക്കെ വെച്ച് അവൾ ആ റാക്കിന്റെ വെച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടി അനിയത്തിക്കുട്ടി അവള് കഴിച്ച പാത്രം കഴുകി വെച്ച് എന്റെ ഏട്ടാ സ്ഥലം മാറിപ്പോയി. അപ്പൊ തന്നെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച പ്രായത്തിന്റെ ആണോ? നമുക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ. പ്രായം കൂടെ ആകുമ്പോഴത്തേനും അത് കൂടിയിരിക്കും. ഇനി കൃഷ്ണകുമാർ യൂട്യൂബിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇതൊന്നും ഒരു കാലത്തും സോഷ്യൽ മീഡിയയെ പറയാൻ പാടില്ലാത്ത അഹങ്കാരത്തിന്റെ ഒരു സൗണ്ടായിപ്പോയി. ഒന്ന് കേൾക്കുക. ഈ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു ഈ കൃഷ്ണകുമാർ കുടുംബം കൂടി എന്ത് ചെയ്യുമായിരുന്നു? ഒറ്റ ചോദ്യം, സിമ്പിൾ ചോദ്യം. ഇതിനൊക്കെ പുറകോട്ട് ആലോചിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ എല്ലാത്തിനും ഒരു കാരണം കാണും. കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം പലർക്കും ജീവിതം തുലച്ചു കളഞ്ഞു. ഞങ്ങൾക്ക് ഈ കോവിഡ് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഞങ്ങൾ പെട്ടുപോയിരുന്നു. കോവിഡ് ഈ ബോൺ ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറയില്ലേ, യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് എപ്പോഴും എല്ലാത്തിനും മറുവശമുണ്ട് എന്ന് വെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും, വല്ലാതെ ചിലപ്പോൾ അപ്സെറ്റ് ആവുന്ന നിമിഷങ്ങളുണ്ട്. ഇല്ലെന്നൊന്നും പറയത്തില്ല, പക്ഷെ അതിനെ ഇമ്മീഡിയറ്റ്ലി മറികടക്കാൻ നോക്കും. ഇമ്മീഡിയറ്റ്ലി യൂട്യൂബ് കൊറോണ കാലത്താണ് ഒരുമാതിരിപ്പെട്ടവരൊക്കെ വീട്ടിൽ ജോലിയില്ലാതെ വെറുതെ ഇരുന്നപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വൈറലായി രക്ഷപ്പെട്ട ആൾക്കാർ ഇഷ്ടം പോലെ ആയിട്ട് ചിലരൊക്കെ തുടങ്ങിയിടത്ത് നിർത്തിയും പോയിട്ടുണ്ട്, ഒന്നും വൈറലൊന്നും ആവാനായിട്ട്. അപ്പൊ ഇവര് കൊറോണ കാലത്ത് ഇവരെല്ലാം വീട്ടിൽ ഇരുന്നപ്പോൾ ഇവരാളാം വീതം എല്ലാവരും അങ്ങോട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇവര് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരെന്താണ് പറയുന്നത്, ഇവരെന്താണ് ചെയ്യുന്നത്, ഇവര് നമ്മൾ കഴിയുന്ന പോലെ തന്നെയാണോ കഴിയുന്നത്, നമ്മൾ സംസാരിക്കുന്ന പോലെ ആണോ സംസാരിക്കുന്നത്, ഇതറിയാനുള്ള ഒരു മലയാളികളുടെ ഒരു ജിജ്ഞാസ കാരണം ഇവർക്ക് നല്ല വ്യൂസ് കിട്ടി, വൈറലാകുക എടുക്കുകയൊക്കെ ചെയ്ത് മില്യൺ കണക്കിനൊക്കെ വ്യൂസ് കിട്ടുമ്പോൾ നല്ല വരുമാനം യൂട്യൂബ് കൊടുക്കും. അങ്ങനെ കൊറോണ കാലത്ത് ഇവർക്ക് നല്ല സാമ്പത്തികം കിട്ടി. പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കൊറോണ വന്നില്ലായിരുന്നു എങ്കിൽ എന്നുള്ള ഭാഷ ഉപയോഗിച്ചതിന്റെ കാര്യം അതാണ്. അവർക്ക് ആ സമയത്ത് നല്ല വരുമാനം കിട്ടി. കൊറോണ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചാലും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല. പക്ഷെ അത് ഇവരെ മാത്രം ചിന്തിക്കുന്നല്ലോ. അതേപോലെ 1-2 വ്യക്തികളെ
മാത്രം. ആ വാചകമൊക്കെ നമ്മളിങ്ങനെ കൂളായിട്ട് എടുത്ത് പറയുമ്പോൾ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടോടെ ചിന്തിക്കണം. കൊറോണ ഈ കേരളത്തെ തിന്നാണ്. അത് വന്നതിന് ശേഷം ഇപ്പോഴും നമുക്ക് ആർക്കും പ്രതിരോധ ശേഷിയില്ല. എപ്പോഴും എന്തൊക്കെയോ ടൈപ്പ് പനികൾ വന്ന് നമ്മൾ ലെൻസിനെ ബാധിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ബാധിക്കുന്നൊക്കെ പറഞ്ഞ് പ്രതിരോധ ശേഷിയില്ല, ആരോഗ്യമില്ല, മുഴുവൻ നേരം ക്ഷീണവും, ഇടയ്ക്കിടയ്ക്ക് പനിയും എല്ലാമായിട്ട് നമ്മുടെ ഒരു അവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയാണ്. അതൊക്കെ പോട്ടെ, ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം. ഈ മരിച്ചവരെന്ന് പറയുന്നത്, ഈ കൊറോണ കാലത്ത് മരിച്ചവരിൽ എനിക്കൊക്കെ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ടായ അവർക്ക് ഭർത്താവ് കോണ്ടാക്ടറായിരുന്നു. എങ്ങനെയോ പുള്ളിക്ക് വീട് പണിയുന്ന കൊണ്ടായി പുള്ളിക്ക് കൊറോണ പിടിച്ച്, വൈഫിന് കൊറോണ പിടിച്ച്, അവർ രണ്ടുപേരും മരിച്ചു. പിള്ളേരാണെ അധികം പ്രായമില്ലാത്തവർ, അനാഥരായോ പിള്ളേർ, ആരും ഇല്ലാതായില്ലേ. അതോടൊപ്പം ഈ കോണ്ടാക്ടർമാരെന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടവും ഇതുമൊക്കെ മേടിച്ചൊക്കെ പണിയും റോളിങ് ആയിരിക്കും. അവർ മരിച്ചു കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താണ്? കടക്കെണിയാണ്. എനിക്കറിയാവുന്ന അവസ്ഥയിൽ അവരുടെ കീഴിൽ പണിയെടുത്തവർ പോലും ഇന്നും കടക്കെണിന്ന് കയറിയിട്ടില്ല. കാരണം പൈസ കിട്ടാതായി അവരൊക്കെ ഇപ്പോഴും വല്ലാത്ത ഒരു അവസ്ഥയിൽ. അപ്പൊ കൊറോണ മൂലം എണ്ണി പറയാനുള്ള ഒത്തിരി സംഭവമുണ്ട്. ഒത്തിരി പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, ഒത്തിരി പേരുടെ സാമ്പത്തികം മുഴുവൻ പോയി. അങ്ങനെ ഓരോ അനുഭവങ്ങൾ ആൾക്കാർ പറയുന്ന കേൾക്കണം. അങ്ങനെയുള്ള കേരളത്തിൽ ഇരുന്നിട്ടാണ് ഇങ്ങേര് കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യം എന്താകും എന്നൊക്കെ. ഇതൊക്കെ അവരുടെ വീട്ടിനുള്ളിൽ സംസാരിക്കാം, ഓക്കെ, കുഴപ്പമില്ല. സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കാൻ പാടില്ല, അതേ പറയാവുള്ളൂ. ഏതായാലും ഇവര് ചിന്തിക്കാതെ സംസാരിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് കൃഷ്ണകുമാറിനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അയ്യോ അവരുടെ ഇടയിൽ കൃഷ്ണകുമാർ അങ്ങനെ ഞെങ്ങി അമർന്ന് വിഷമിച്ച് താമസിക്കാന്നൊന്നും ഓർക്കേ വേണ്ട. അങ്ങനെ ആർക്കെങ്കിലും വിഷമമുണ്ടേ വേണ്ട കേട്ടോ. ഇതിപ്പോ കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇവര് ഒറ്റക്കെട്ടാണ്. ഇനി നീതിയായിട്ട് സംസാരിക്കാനാണേലും അനീതിയായിട്ട് സംസാരിക്കാനാണേലും വിവരക്കേട് പറയാനാണേലും എന്തിന്റെ പേരിലാണേലും ഇവർ ഒറ്റക്കെട്ടാണ്. കാരണം സിന്ധു കൃഷ്ണകുമാർ ആ അമ്മൂമ്മ അച്ഛനെ അടിക്കുന്ന ആ ഒരു വീഡിയോ പുറത്തിട്ടില്ലേ, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മലന്ന് കിടന്ന് തുപ്പുക എന്ന് പറയാം. അതിന് അമ്മൂമ്മയെ ചെളിവാരി എറിയാനാണേലും അത് വന്ന് വീഴുന്നത് സിന്ധുവിന്റെ മുഖത്ത് തന്നെയാണ്. അതുപോലും ചിന്തിക്കാതെയാണ് സിന്ധു ഒക്കെ അത് ചെയ്തത്. അപ്പൊ ഇവര് മൊത്തത്തിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.